വയനാട്ടിൽ പടമല സ്വദേശി അജീഷ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ടി സിദ്ദിഖ് എം.എൽ.എ. അടിയന്തര പ്രമേയത്തിന് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ നോട്ടീസ് കൊടുക്കും. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിയമസഭാ ഹാളിൽ നിന്ന് നിയമസഭാ മീഡിയ റൂമിൽ നിന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷബീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് ടി സിദ്ദിഖിൻ്റെ പ്രമേയത്തെക്കുറിച്ച്? പ്രധാനമായും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുക അതിൽ ഈ വയനാട്ടിലെ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെടുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യമൃഗ സംഘർഷങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, അത്തരത്തിൽ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ആളുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നില്ല. വനയോര മേഖലകളിൽ സർക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതൽ സ്വീകരിക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ സഭയുടെ മുൻപിലേക്ക് എത്തിച്ച് സജീവ ചർച്ചയാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ ഒരു പടി കൂടി കടന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളുമായി ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ആക്ഷേപമുണ്ട്. അതും സജീവ ചർച്ചയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അത് സഭയിൽ സജീവമാക്കിക്കൊണ്ട് സ്വാഭാവികമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. ടി സിദ്ദിഖ് എം.എൽ.എ. ആകും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക, അല്ലെങ്കിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. ഏതെങ്കിലും തരത്തിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും സഭയിൽ നിന്ന് വാക്ക് ഓവർ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഈ സപ്ലൈകോ പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അടക്കമുള്ള മന്ത്രിമാർ മറുപടി പറയുന്നു. അതിൽ വന്ന അപേക്ഷകൾക്ക് പരിഹാരം ഉണ്ടാക്കിയ കാർഡുകൾ വിതരണം ചെയ്തെന്നുള്ള സന്തോഷകരമായി ഈ സഭയെ അറിയിക്കുകയാണ് സാർ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, ഇവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സാർ ഭാരതരി എന്നുള്ള പേരിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടതാണ്. 29 രൂപയ്ക്ക് തെരുവിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ. സാർ, യാതൊരു നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. സാർ, യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയില്ല. 2 രൂപയ്ക്കും 5 രൂപയ്ക്കും 10 രൂപയ്ക്കും എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന അരിയാണ് 29 രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭാരതരി എന്നുള്ള നിലയിൽ വിതരണം ചെയ്യുന്നത്. സാർ, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും നടപടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ഇത് വലിയൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ട്. സാർ, ബഹുമാനപ്പെട്ട CM തന്നെ ഈ സഭയിൽ അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ വിശദമായി വ്യക്തമായും പറയുകയുണ്ടായി. എന്തായാലും ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ച 29 രൂപ എന്നുള്ള ഒരു ആ രീതിയിലേക്ക് ഇതിൻ്റെ വില നിശ്ചയിച്ച് വിതരണം ചെയ്യുന്നത് അത് വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ചോദ്യം നമ്പർ 132 ഡോക്ടർ സുജിത് വിജയൻ പിള്ള. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സംസ്ഥാനത്ത് തെക്ക് കോവളം മുതൽ വടക്ക് ബേക്കൽ വരെ പശ്ചിമതീര കനാൽ, വെസ്റ്റ് കോസ്റ്റ് കനാൽ ജലപാത നിർമ്മാണ പ്രവൃത്തി 3 ഘട്ടങ്ങളായി വിഭാവനം ചെയ്തിട്ടുള്ളതിൽ 2ാം ഘട്ട പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നു വരുന്നത്. 2ാം ഘട്ടത്തിൽ ഏകദേശം 85 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ ഇടങ്ങളിലുള്ള കനാലുകൾ, വടകര മാഹി കനാലുകൾ ഉൾപ്പെടെ പൂർണ്ണതോതിൽ വികസിപ്പിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ പാലങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്ത് 2025 ഗതാഗത യോഗ്യമാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മാഹി, വളപട്ടണം, നീലേശ്വരം, ബേക്കൽ എന്നിവിടങ്ങളിൽ പുതിയ കനാലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഭൂമി 2ാം ഘട്ടത്തിൽ ഏറ്റെടുക്കും. 3ാം ഘട്ടത്തിൽ വിവിധ ഇടങ്ങളിലായി 61 കിലോമീറ്റർ ദൂരത്തിലുള്ള കനാലുകൾ കോഴിക്കോട് കനാൽ സിറ്റി പ്രോജക്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിക്കാനും പശ്ചിമതീര കനാലുകളുടെ ടെർമിനൽ നിർമ്മാണവും ഫീഡർ കനാലുകളുടെ വികസനവും പൂർത്തിയാക്കാനുമാണ് ശ്രമിക്കുന്നത്. കോവളം മുതൽ ബേക്കൽ വരെ 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിയമസഭയിൽ ചോദ്യോത്തര വേള തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മറുപടി നൽകുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടത്.